ഒരു മകനല്ലേ ഉള്ളൂ? ഒറ്റൊന്നും എന്തിനാ അധികോ? അല്ല, അവൻ ചോദിക്കുന്നതൊക്കെ നിങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ടോ? ഓൻ ചോദിക്കണ എല്ലാം നമ്മൾ മേടിച്ചു കൊടുക്കലുണ്ട്. അപ്പൊ കഴിഞ്ഞ മാസം എത്ര റുപ്യന്റെ മൊബൈലാണ്ട മേടിച്ചെന്ന് മുൻതൂരായി 10,000 റുപ്യന്റെ എങ്ങനെ ഞെക്കണ മൊബൈൽ ക്ലാസ്സിലെ കുട്ടികൾക്ക് മുഴുവൻ അതുണ്ടെന്ന് അത് വരെ മേടിച്ചു കൊടുത്തിക്കണം. അതാണ് പ്രശ്നം. ഒരു കുട്ടികളൊന്ന് കരുതി ചോദിക്കുന്നതെല്ലാം നിങ്ങൾ വാങ്ങിക്കൊടുത്ത് ഇതേമാതിരി അവൻ പറഞ്ഞാൽ ഇതും വാങ്ങിക്കൊടുക്കും എന്നൊരു ബുദ്ധി അവന്റെ മണ്ടയിൽ കയറി. അത് വെറുതെയാണ് മോൻ വിചാരിക്കണേ. ഇതിപ്പോ അങ്ങനെ ദേഷ്യപ്പെട്ടൊരു കാര്യമില്ല. ഞാൻ വഴി ഉണ്ടാക്കാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പുറത്തു വെക്കൂ. മോനോട് ഞാനും സംസാരിക്കാം. ആയിക്കോട്ടെ. ബാ പോര്. മൂപ്പര് ചോദിക്കണതിനൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കണം കേട്ടോ. മൊയ്തോ? ഇല്ല. മോനിപ്പോ പഠിക്കുന്ന പ്രായമല്ലേ? ഇപ്പൊ പഠിക്കുകയാണ് വേണ്ടത്. ഇപ്പൊ എന്തിനാ ബൈക്ക് വേണം? വാപ്പ പറഞ്ഞില്ലേ പരീക്ഷയൊക്കെ പാസ്സായി കഴിഞ്ഞ് 18 വയസ്സ് കഴിഞ്ഞാൽ വണ്ടി മേടിച്ചു തരാന്ന്. കുറച്ചൊക്കെ ബാപ്പാന്റെ ആഗ്രഹത്തിന് അനുസരിച്ച് നിന്ന് പഠിച്ച് പാസ്സാവാൻ നോക്ക്. സാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, അനക്ക് ബൈക്ക് വേണം. ക്ലാസ്സിലെ എല്ലാ പിള്ളേരുടെയും ബൈക്ക് ഉണ്ട്. ബാപ്പ അടുത്ത് ഞാൻ കാറൊന്നുമല്ലല്ലോ ചോദിച്ചത്, ബൈക്കല്ലേ ചോദിച്ചത്. മോനെ, നിങ്ങൾ പരസ്പരം ഇങ്ങനെ വാശി പിടിക്കല്ലേ? ഇനിയിപ്പോ ബാപ്പാന്റെ വാശി ജയിക്കട്ടെ എന്ന് കരുതി ബാപ്പ ബൈക്ക് മേടിച്ചു തരുന്നില്ല എന്ന് പറഞ്ഞാൽ നീ എന്ത് ചെയ്യും? അതൊക്കെ അപ്പോഴല്ലേ അപ്പൊ കാണാം. അപ്പൊ ബൈക്ക് മേടിച്ചു തന്നില്ലെങ്കിൽ ബാപ്പയെ തോൽപ്പിക്കാൻ എന്തും ചെയ്യും. മോനെ, ഈ 18 വയസ്സ് കഴിഞ്ഞാലേ ലൈസൻസ് കിട്ടൂ. അപ്പോഴേ വണ്ടി ഓടിക്കാൻ പാടൂ. എല്ലാവരും ലൈസൻസിൻ്റെ ആയിട്ട് വണ്ടി ഓടിക്കാം. മോനെ, നീ എന്നെ ശ്രദ്ധിക്ക്. നിന്റെ വാപ്പ ഏത് കാര്യത്തിനും എടുത്തു ചാടി കൊണ്ടല്ലേ? ആണോ? ബാപ്പയുടെ സ്വഭാവം ശരിയല്ലേ? ബാപ്പ ഇപ്പം നീ പറഞ്ഞത് കേട്ടൊരു ബൈക്ക് മേടിച്ചു തന്നെങ്കിൽ എത്ര സുഖമായിരുന്നേനെ അല്ലേ? ആണോ? മുഖത്ത് നോക്ക്. അല്ലേ? ഇതുപോലെ തന്നെ വാപ്പേനെ നീ ഒന്ന് സുഖിപ്പിച്ച് നിർത്തി നോക്കിയേ. ബാപ്പ പറയുന്നതൊക്കെ ശരി, ബാപ്പയ്ക്ക് എങ്ങനെ സുഖമാണോ എന്നും ബാപ്പോട് ഇങ്ങനെ സ്നേഹമായിട്ട് ഇങ്ങനെ പെരുമാറിയാൽ. നിങ്ങളൊന്ന് നിർത്താവോ? നിങ്ങൾ എന്ത് പ്രാന്തൊക്കെ പറയണേ? എങ്ങനെയെങ്കിലും നിങ്ങൾ എൻ്റെ വാപ്പാടുത്ത് പറഞ്ഞാൽ ബൈക്കൊന്ന് വാങ്ങിച്ചു തരൂ. അല്ല മോനെ, ഈ ബാപ്പോട് നിങ്ങളൊന്ന് നിർത്താവോ? മോൻ പോയിട്ട് ബാപ്പോടും മോടും വരാൻ പറ. എന്ത് കുരുത്തം കെട്ട ചെക്കനത്. വരും. മോനോടെ പുറത്തുണ്ട്. മൊയ്തോ, ഞാൻ അവനായിട്ട് സംസാരിച്ചു. ആള് ഭയങ്കര വാശിയില്ല. അത് ആ കൊച്ചിന്റെ പ്രായത്തിൻ്റെ ആണ്. പിന്നെ നിങ്ങളുടെ ദോഷം, നിങ്ങൾ തെറ്റുകാരാണ്. അവൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊരു സാധനം തരില്ല എന്നങ്ങോട്ട് പറഞ്ഞു. അല്ല, അത് എന്തുകൊണ്ടാണ് ഞാൻ മേടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞ ഡോക്ടർക്ക് അറിയാലോ. അതിപ്പോൾ നമുക്കറിയാം. പക്ഷെ അവൻ ചെറുപ്പല്ലേ, പഠിക്കണ കുട്ടിയല്ലേ. ഈ ടീനേജ് പ്രായക്കാര് ഭയങ്കര വാശിക്കാരാണ്. അവർ നേടിയെടുക്കാൻ എന്തോ ശ്രമിക്കും. അപ്പൊ എന്തൊരു സാധനവും നമ്മളോട് ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ലടാ, ഈ സ്വഭാവം മാറ്റണം. എന്റെ ഡോക്ടറെ, ഞാൻ നല്ല സ്നേഹത്തോടെയാണ് പെരുമാറുന്നത്. ഇക്കാണ് വെറുതെ അവനോട് ചൂടാവണ്. നമുക്ക് സ്നേഹം കുറച്ച് കൂടുതലാ. അല്ല, ഒരുപാട് സ്നേഹ കൂടുതലും ഇത്തരം പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കും. ചെക്കപ്പ് ഒരു ബുൾസൈ ചോദിച്ചാൽ അവള് 3 ഉണ്ടായി കൊടുക്കും. അത് അവളെ സ്നേഹം. അതിപ്പോ മക്കളോടുള്ള സ്നേഹത്തിന് ഭക്ഷണമൊക്കെ വാങ്ങിക്കൊടുക്കണം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. സ്നേഹത്തോടെ സൗമ്യമായി പെരുമാറിയാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഒരു മിനിറ്റ്. എന്തിന് അതൊന്നും വാങ്ങിക്കൊടുക്കണ്ടേ? കുട്ടികളെ ചോദിക്കുമ്പോൾ ഐസ്ക്രീം വാങ്ങിക്കൊടുക്ക. അല്ലെങ്കിൽ പല്ലക്കതായിട്ട് അങ്ങനെ എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുത്ത് കുട്ടികളെ വഷളാക്കരുത്. ശാസിച്ചും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വളർത്തിക്കോ. വെച്ചവളെ കൊടുക്കണ്ട. ഭാര്യയായിരിക്കും അല്ലേ? കുട്ടികളെ അവൾ പല്ലൊക്കെ ഈ പുഴുക്കുട്ട് വന്നിരിക്കുക. വീണ്ടും ഐസ്ക്രീമും മിഠായിയും കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്നേഹത്തോടെ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, സ്നേഹത്തോടെ സൗമ്യമായിട്ട് പെരുമാറും. അപ്പൊ നീ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയരുത്. ഇല്ല, അല്ല, ബൈക്ക് ഞാൻ ഓന് മേടിച്ചു കൊടുക്കില്ല എന്നുള്ള കാര്യം തീരുമാനിച്ചാ. നിങ്ങൾ നിങ്ങളുടെ കായും കെട്ടിപ്പിടിച്ച് അവിടെ ഇരുന്നോ. എനിക്ക് എന്റെ മോനാ വലുത്. എന്റെ ആങ്ങളമാരോട് പറഞ്ഞിട്ടായാലും ഞാൻ ഒരു ബൈക്ക് ഓന് മേടിച്ചു കൊടുക്കും.